ത്രിയേക ദൈവത്തിന്റെ വന്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന സത്യങ്ങളെ പരിശോധിക്കുന്നതായ വേദ പഠന ക്ലാസ്സിൽ ഈ ദിവസവും സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തിരിക്കുന്നത് ഓർത്ത് നന്ദിയോട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ ദൈവജനത്തെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുക കൂടെ ചെയ്യുകയാണ്. ദാനിയേൽ പ്രവചന പുസ്തക പഠന പരമ്പരയാണല്ലോ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. പ്രാർത്ഥനയോടുകൂടെ തിരുവചനങ്ങളുടെ മുമ്പിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 6 അധ്യായങ്ങൾ നമുക്ക് പഠിക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഈ 6 അധ്യായത്തിൽ കൂടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയത് ചരിത്രത്തോടുള്ളതായ ബന്ധത്തിൽ ഒരുപാട് സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ കഴിഞ്ഞ 6 അധ്യായങ്ങളിൽ നിന്ന് ഒരുപാട് ആത്മീയ ചിന്തകൾ നമുക്ക് ലഭ്യമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ദാനിയേലിന്റെ വ്യക്തിപരമായിട്ടുള്ളതായ ജീവചരിത്രം കഴിഞ്ഞ 6 അധ്യായത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അത് നമ്മുടെ ആത്മിക ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുവാനായിട്ട് ദാനിയേലിന്റെ ജീവിതത്തിന്റെ ആത്മീയ ഗുണങ്ങൾ പരിശോധിക്കുവാനായിട്ടൊക്കെ ദൈവം നമ്മളെ സഹായിച്ചു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 6 അധ്യായങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടതായ അനേക സംഭവങ്ങൾ അന്ത്യനാളിൽ യഹൂദ ജനം അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള പീഡാനുഭവങ്ങളുടെ ഒരു പ്രതീകമാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 7-ാമത്തെ അധ്യായം മുതൽ നാം ഇനിയും കാണുവാനായിട്ട് പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തി പഠിക്കേണ്ടതായിട്ടുള്ളതായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. ഭാവിയോടുള്ളതായ ബന്ധത്തിൽ ഒരുപാട് കൂട്ടം കാര്യങ്ങൾ നമുക്ക് പകർന്നു തരുന്നതായിട്ടുള്ളതായ അധ്യായങ്ങളാണ് തുടർന്നുള്ളതായ അധ്യായങ്ങളെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ 7-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീരണം. ഇതുവരെ പഠിച്ചു വന്നതുപോലെ ഉള്ളതായ കാര്യങ്ങളല്ല ഇതിനകത്ത് പറയുന്നത്. 7-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദാനിയേൽ കാണുന്നതായിട്ടുള്ള ഒരു ദർശനം. ഇനിയും 7 മുതലുള്ള അധ്യായങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ദാനിയേല് പല ദർശനങ്ങൾ കാണുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഭാവി ലോകത്തോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ ഭൂമിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നു, ലോകരാഷ്ട്രങ്ങളോടുള്ളതായ ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നു, അങ്ങനെ പല ദർശനങ്ങൾ അദ്ദേഹം ഇനി 7-ാമത്തെ അധ്യായം മുതൽ നമ്മൾ നോക്കുമ്പോൾ പല ദർശനങ്ങൾ, ഏകദേശം 3-4 ദർശനങ്ങൾ അവിടെ കാണാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓരോ ദർശനത്തിലും അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അത് പരിശോധിക്കുന്നതായിട്ടുള്ള വേളയിൽ ഓരോ ദർശനത്തിലും തന്റെ ഓരോ ദർശനങ്ങളും അതിൽ തന്നെ പൂർത്തീകരിക്കപ്പെടുന്നതല്ല, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പിന്നെയും. അതായത് പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ 7-ാമത്തെ അധ്യായത്തിൽ കണ്ടിരിക്കുന്ന ദർശനത്തെക്കാട്ടിലും കുറച്ചുകൂടെ വിവരിച്ചായിരിക്കാം 8-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ദർശനം കാണുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അങ്ങനെ ഓരോ ദർശനത്തിലും സ്വർഗം കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ദാനിയേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ 7-ാമത്തെ അധ്യായം തന്നെ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. 7-ാമത്തെ അധ്യായത്തിൽ നിന്ന് അല്പം ഡിഫറെന്റ് ആയിട്ടാണ് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ആ ദർശനങ്ങൾ ഒരു ദർശനവും ഒന്നിൽ തന്നെ പൂർത്തീകരിക്കപ്പെടാതെ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം അവിടെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം. 2, ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ഈ 7-ാമത്തെ അധ്യായം ഈ ബേൽശസ്സർ രാജാവ് രാജ്യം ഭരിക്കുന്നതായിട്ടുള്ള സമയത്താണ് ഈ ദർശനം അദ്ദേഹം കാണുന്നത്. അപ്പൊ നമ്മള് ബേൽശസ്സർ രാജാവ് ഭരിക്കുമ്പോൾ പിന്നീട് ദാരിയാവേശ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ദർശനം കാണുന്നതിനെ കുറിച്ചൊക്കെ ഇനിയും നമുക്ക് കാണാം. 6-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു നിർത്തിയത് ദാരിയാവേശിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ്. നമ്മൾ 6-ാമത്തെ അധ്യായം പഠിച്ചു നിർത്തിയെന്ന് ഓർക്കണം. അപ്പൊ 6-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നീ ദാരിയാവേശിനെ കുറിച്ച് തന്നെ ആയിരിക്കണം പറയേണ്ടത്, അല്ലെങ്കിൽ കോരസിനെ കുറിച്ചൊക്കെ ആയിരിക്കണം പറയേണ്ടത്. എന്നാൽ 6-ാമത്തെ അധ്യായം വരെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ ക്രോഡീകരിച്ചതിന് ശേഷം ഭാവിയോടുള്ള ബന്ധത്തിൽ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ടുള്ള ദർശനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു, 2-ാമത്തെ അധ്യായത്തിലൊക്കെ കണ്ടു, നെബൂഖദ്നേസർ രാജാവിന് ലഭിച്ചതായിട്ടുള്ള സ്വപ്നത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു, അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു.
അപ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ബേൽഷസർ രാജാവ്, അതായത് നെബൂഖദ്നേസർ രാജാവിന്റെ കൊച്ചുമകനായിരിക്കുന്നതായിട്ടുള്ള ബേൽഷസർ രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ ദാനിയേൽ കണ്ടതായ അല്ലെങ്കിൽ ദാനിയേലിന് ലഭിച്ചതായിട്ടുള്ള സ്വപ്നം, ദർശനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടത്, ബേൽഷസറിന്റെ ഭരണകാലത്ത് ദാനിയേൽ ഒരു ആക്റ്റീവ് വർക്കർ അല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണ ചുമതലകളൊന്നുമില്ലാതെ താൻ വിശ്രമ ജീവിതം നയിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കാം. രാജ്യത്തിന്റെ ചുമതലകളൊന്നും അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടില്ല. 8-ാമത്തെ അധ്യായം ആദ്യ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ താൻ ശൂഷൻ രാജധാനിയിലായിരിക്കുമ്പോഴാണ് തന്റെ അടുത്ത ദർശനം, 2-ാമത്തെ ദർശനം കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബേൽഷസറിന്റെ കാലയളവിൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ മറ്റ് ചുമതലകളൊന്നുമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തി. നെബൂഖദ്നേസർ രാജാവ് ആയിരുന്ന സമയത്ത് ദേശത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഭരിച്ചിരുന്നതായിട്ടുള്ള ഭരണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇതെന്ന് ഓർക്കണം. എന്നാൽ ബാബേൽ രാജാവിന്റെ ബേൽഷസറിന്റെ കാലത്ത് അദ്ദേഹം വിശ്രമിക്കുകയാണ്. പൊതുവായിട്ടുള്ള ചുമതലകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബേൽഷസറിന് ദാനിയേലിനെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നു താനും. ബേൽഷസർ എപ്പോഴാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്? താൻ ഒരു വലിയ വിരുന്ന് കഴിച്ച്, 5-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കണ്ടല്ലോ. ആ വലിയ വിരുന്ന് കഴിച്ചപ്പോൾ ഭിത്തിമേൽ ചുവരിന്മേൽ കൈ എഴുത്ത് കണ്ട് മുട്ട് ആടി വിറച്ചു പോയതായിട്ടുള്ള, പരിഭ്രമിച്ചു പോയതായിട്ടുള്ള രാജാവ് ഇതിന്റെ അർത്ഥം അറിയിക്കുവാൻ വേണ്ടിയിട്ട് ആരറിയിക്കുമെന്നുള്ള ചിന്തയോടുകൂടെ നിന്നപ്പോഴാണ് തന്റെ വല്യമ്മച്ചി രാജ്ഞി പറയുന്നത് ദാനിയേലിനെ വിളിക്കണം. അന്നേരമാണ് അദ്ദേഹം ദാനിയേലിനെ വിളിപ്പിച്ചു കൊണ്ടുവന്ന് ഈ വ്യാഖ്യാനങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം, ബേൽഷസറിന് ഈ ദാനിയേലിനെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്നു. രാജ്യത്തിന്റെ യാതൊരു ചുമതലകളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഈ ബേൽഷസറിന്റെ അവസാനത്തെ ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ അവസാനത്തെ ദിവസമാണ് ഈ പറയുന്നത് പോലെ ദാനിയേലിനെ അദ്ദേഹം മനസ്സിലാക്കുന്നതും മടക്കിക്കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ബേൽഷസറിന് താൻ കണ്ടതായ ആ ദർശനത്തിലെ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് ലഭിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ഇനിയും ഈ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതായത് ബേൽഷസർ രാജാവിന്റെ കാലത്ത് ദാനിയേൽ കാണുന്നതായിട്ടുള്ള ഈ ദർശനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രദ്ധിച്ച് നമുക്കായിരിക്കാം. ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ബാബേൽ രാജാവായ ബേൽഷസറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവനെ കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക അതിന്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിനെ മാനുഷ്യ ഹൃദയം കൊടുത്തു. രണ്ടാമത്തേത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയെല്ല് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട്, എഴുന്നേറ്റ മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്തെ പശിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ളതായ 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പുപല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. വല്ല മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല അല്ലെ? വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഇരിക്കാം. ഒരുപാട് കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്. ഈ 8 വാക്യങ്ങൾ ഞാനിപ്പം വായിച്ചു. 8 വാക്യങ്ങളിൽ തന്നെ സർവശക്തനായിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനം ഒളിച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ജ്ഞാനം അതിനകത്ത് പ്രകടമായിരിക്കുന്നത് തന്നെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വരുവാൻ പോകുന്നതായ അന്തിക്രിസ്തുവിനെ വെളിപ്പെടുത്തി കിട്ടുന്നതായിട്ടുള്ളതായ ഒരധ്യായത്തിലേക്കും വാക്യങ്ങളിലേക്കും നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പൊതുവായ ചില കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്.
ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ടത് എന്തായിരുന്നു? ഒരു വലിയ ഇമേജ് ആയിരുന്നു. ആ ഇമേജിന് 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ സ്വർണം, വെള്ളി, പിന്നെ ബ്രാസ്, ദെൻ അയൺ ആൻഡ് ക്ലേ, ഇങ്ങനെയുള്ളതായ ഒരു വലിയ ബിംബം അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹം കണ്ടപ്പോൾ അതെന്തായിരുന്നു? വളരെ ശോഭയുള്ളതായ ഒന്നായിട്ടാണ് അതിന് അദ്ദേഹത്തെ കാണാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ലോകപരമായിട്ടുള്ളതായ ഒരു ലൗകികനായ മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തതായിട്ടുള്ളതായ ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്നതായിട്ടുള്ള ദർശനം കണ്ടത് നെബൂഖദ്നേസർ രാജാവ്. അദ്ദേഹം ആ ദർശനം കണ്ടപ്പോൾ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് വലുതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ടപ്പോൾ അതിന് വലിയ ശോഭയുള്ള സംഗതിയായിട്ടാണ് കണ്ടത്. ദാനിയേലിന് ഇവിടെ ഒരു ദർശനം കിട്ടുകയാണ്, ആത്മീയ മനുഷ്യൻ. ആ ദർശനം കിട്ടുമ്പോൾ അതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധേയമായിട്ടുള്ളതായ വാക്കുകളാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തുകൊള്ളാം. ഒരു ലൗകിക മനുഷ്യൻ എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണുന്നു, ആത്മീയൻ എങ്ങനെ കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളത് ഇതിലൊരു പ്രധാനമായിട്ടുള്ളതായ സംഗതിയാണ്. ഇനി അതിനകത്തെ വാക്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ബേൽഷസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവനെ കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, പക്ഷെ സ്വപ്നം ഓർക്കുവാനായിട്ട് കഴിയുന്നില്ല. സ്വപ്നം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം, സ്വപ്നം ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തു തരണമെന്നാണ് അന്ന് നെബൂഖദ്നേസറിന്റെ ഡിമാൻഡ്. എന്നാൽ ഇവിടെ ദാനിയേല് സ്വപ്നം കണ്ടു, ദർശനം കണ്ടു. അതൊട്ടും അദ്ദേഹം മറന്നുപോയില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന് അത് കാണുവാനായിട്ടും അദ്ദേഹം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുവാനായിട്ടും കഴിഞ്ഞു. അപ്പോൾ ആ ദർശനത്തിന്റെ ആക്യുറസി, അതിന്റെ വളരെ പറയുന്നത്, റിയലായിട്ട് കാണുന്നത് പോലെ തന്നെ കാണുകയാണ്. നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മറന്നു പോകും. നെബൂഖദ്നേസറിനെ പോലെയാ, എഴുതി വെക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അറ്റവും പാലും ഒക്കെ നമ്മൾ ഓർക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് കണ്ണിന് മുൻപിൽ കാണുന്നത് പോലെ കാണുക, റിയലായിട്ട് കാണുന്നത് പോലെ തന്നെ കാണുക. അതുകൊണ്ടാണ് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കവിടെ കാണാം. 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദാനിയേൽ വിവരിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിന്റെ ജനമേ, ഇത് അന്ത്യകാലത്തോടുള്ളതായ ബന്ധത്തിൽ ലോകത്തിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ വാക്യങ്ങളിൽ നിന്ന് ആത്മീയ സന്ദേശങ്ങൾ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ക്രോഡീകരിച്ച് ആയിരിക്കും ഞാൻ പോകുന്നത്. ഇവിടെ ദാനിയേലിന് ദർശനം ലഭിക്കുന്ന ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആ ടൈം കണ്ടോ? എപ്പോഴാണ്? രാത്രിയിലാണ്, അല്ലെ? ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാത്രിയെക്കുറിച്ച് നമ്മൾ ഇതിനോടകം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. രാത്രി എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അന്ധകാരാവൃതമായിരിക്കുന്നതായിട്ടുള്ള ജീവിത സാഹചര്യം. ഈ പറയുന്നതായിട്ടുള്ള ദാനിയേല് ദർശനത്തെ കാണുന്നതും രാത്രിയിലാണ് എന്നുള്ളത് ഓർക്കണം. അല്ലെങ്കിൽ ബേൽഷസ്സറിന്റെ കാലം ദൈവത്തിൽ നിന്ന് അകന്ന്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ വിഗ്രഹങ്ങളെ സേവിച്ച് ദാനിയേലിനെ പോലും അറിയാത്തതായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ഓർക്കണം. പിന്നീടുള്ള ദർശനത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ദർശനമൊക്കെ കണ്ടപ്പം അദ്ദേഹം എന്നെ പറയുന്നത് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ ഇതിനിടയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുന്നതാണ്. 8-ാം അധ്യായം 27-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ എന്ന് ഞാൻ ബോധം കെട്ടു, കുറെ ദിവസം ദീനമായി കിടന്നു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി എന്നുള്ളൊരു വേർഡ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 8-ാമത്തെ അധ്യായത്തിലും അദ്ദേഹം ആരുടെ കാലത്തിലാണ്? ഈ ബേൽഷസ്സറിന്റെ കാലത്ത് തന്നെയാണ് കാണുന്നത്. ബേൽഷസ്സറിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കാണുന്ന 1-ാം ആണ്ടിലാണെന്ന് ഓർത്തോണം കേട്ടോ. 8-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ബേൽഷസ്സറിന്റെ 3-ാമത്തെ ആണ്ടായിട്ട് അത് മാറുന്നുണ്ട്. ആ ദർശനം കണ്ടപ്പോഴത്തേന് ദാനിയേൽ ആകപ്പാടെ മരിച്ചവനെ പോലെ ആയി എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ധകാരാവൃതമായിരിക്കുന്നതായിട്ടുള്ള അനുഭവം, രാത്രിയുടെ അനുഭവത്തിൽ ദാനിയേൽ പ്രവാചകൻ, ദാനിയേൽ ദർശനത്തെ കാണുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇനി നമ്മൾ അദ്ദേഹം കണ്ടതായ ദർശനത്തിന്റെ പൊരുളുകളിലേക്ക്, അല്ലെങ്കിൽ ദർശനം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്.
അവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 winds ഓഫ് ഹെവൻ. ആകാശത്തിലെ 4 കാറ്റ്. എന്താണ് ഈ 4 കാറ്റ് എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മുദ്രകൾ പൊട്ടിക്കുന്നത്, ഓരോരോ സീലുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് 4 ദൂതന്മാർ 4 കാറ്റ് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നു എന്ന് കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വായിച്ചത് എന്താണ്? ആകാശത്തിലെ 4 കാറ്റ് മഹാസമുദ്രത്തിന്റെ മേൽ ആഞ്ഞടിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി 1-2 വാക്യങ്ങൾ കൂടെ വേഗം അതിനോടുള്ള ബന്ധത്തിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ദൂതൻ എന്നോട് ഉത്തരം പറഞ്ഞത്, ഇത് സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ട് പുറപ്പെടുന്ന ആകാശത്തിലെ 4 കാറ്റ് ആകുന്നു. സക്കറിയാവ് 6:5. ഞാൻ ഈ വായിച്ചതായിട്ടുള്ള വാക്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം 6-ാം അധ്യായത്തിൽ. അതായത് സക്കറിയ പ്രവാചകൻ കാണുന്ന പല ദർശനങ്ങളെ കുറിച്ചാണല്ലോ ഈ സക്കറിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ താൻ കാണുന്ന 8-ാമത്തെ ദർശനത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 8-ാമത്തെ ദർശനത്തിൽ അദ്ദേഹം കാണുന്ന എന്താണ്? ഞാൻ വീണ്ടും തലപൊക്കിയപ്പോൾ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥം പുറപ്പെടുന്നത് കണ്ടു. ആ പർവ്വതങ്ങളോ താമ്ര പർവ്വതങ്ങൾ ആയിരുന്നു. 1-ാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും 2-ാമത്തെ രഥത്തിന് കറുത്ത കുതിരകളെയും 3-ാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും 4-ാമത്തെ രഥത്തിന് പുള്ളിയും കൂരാൽ നിറവുമുള്ള കുതിരകളെയും കൂട്ടിയിരുന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, യജമാനനെ, ഇതെന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ദൂതൻ കൊടുക്കുന്ന മറുപടിയാണ് 5-ാമത്തെ വാക്യം. ഇത് സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ട് പുറപ്പെടുന്ന ആകാശത്തിലെ 4 കാറ്റാകുന്നു. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? രഥം, കുതിര ഒക്കെയാണ് കാണുന്നത്. ഇതേ സെയിം കാര്യങ്ങള് വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ സീൽ ഓപ്പൺ ചെയ്യുമ്പോൾ പുറത്തു വരുന്ന എന്താണ്? 4 കുതിരകൾ പുറത്തു വരുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. താമസം വിന വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ അത് പഠിക്കുകയും ചെയ്യുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ 4 കാറ്റ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്നതായിട്ടുള്ള സ്വർഗീയ ദൂതന്മാരാകുന്നു എന്നുള്ളത് ഇവിടെ കാണാം. ഇനി 1-2 വാക്യങ്ങൾ കൂടെ ഇതിലെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നത് നല്ലതാണ്. 8-ാം അധ്യായം, ദാനിയേൽ പ്രവചന പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദാനിയേൽ 8-ന്റെ വാക്യം. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. അതിന് പകരം ആകാശത്തിലെ 4 കാറ്റിനു നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് കണ്ടോ? ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവിടെയും പ്രതിപാദിച്ചിരിക്കുന്നത് 4 കാറ്റ്. വിശദീകരണമൊക്കെ പിന്നീട് അന്നേരം പഠിക്കാനായിട്ട് കഴിയും. ഇനി 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. 11-ന്റെ 4 പറഞ്ഞിരിക്കുന്നത്, അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അത് അവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല, അവന്റെ രാജ്യത്വം നിർമൂലമായി അവർക്കല്ല, അന്യർക്കത്രേ അധീനമാകും. ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഒറ്റ വാക്കിൽ ഇപ്പോൾ പറയാം, പിന്നീട് അതിന്റെ വിശദീകരണം ആ ഭാഗം വരുമ്പോൾ വരും. ഈ 2 വാക്യങ്ങൾ 8-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും വായിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്യം അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം അലക്സാണ്ടർ ചക്രവർത്തിയുടെ 4 സേനാനായകന്മാര് രാജ്യം ഭരിക്കുക, അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യം 4ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുമെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നതാണ്. അപ്പോൾ ആ 4 സാമ്രാജ്യം ആകാശത്തിലെ 4 കാറ്റിന് നേരെ മത്സരിച്ചു, സ്വർഗത്തിന് നേരെ മത്സരിക്കുന്നു. ആ 4ഉം ശിഥിലമായി പോകുന്നതിനെ കുറിച്ചിട്ടാണ് പിന്നീട് അത് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ അതിന്റെ പിന്നീടുള്ള വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? 7-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ പറഞ്ഞിരിക്കുന്നത് 4-ാമത്തെ അവിടെ പറഞ്ഞിരിക്കുന്ന ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ 4 കാറ്റ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ 4
ദൂതന്മാരാകുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അതായത് കാറ്റിന്മേൽ അധികാരമുള്ളതായ സ്വർഗീയ ദൂതന്മാർ. ഇനി വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. വെളിപ്പാട് 14:18 വാക്യത്തിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തെങ്കിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് തീയുടെ മേൽ അധികാരമുള്ള ദൂതനെ നമ്മൾ അവിടെ കാണുന്നു. ഇനി 16-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, വെളിപ്പാട് 16:5. അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട്, അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ജലത്തിന്മേൽ അധികാരമുള്ളതായ ദൂതൻ. ഇവിടങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, പ്രകൃതിയുടെ മേൽ സ്വർഗത്തിനാണ് അധികാരം. അപ്പോൾ സ്വർഗീയ ദൂതന്മാരെ ചില പ്രത്യേക ദൗത്യങ്ങൾ കൊടുത്ത് സ്വർഗം നിർത്തിയിരിക്കുകയാണ്. കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൂതന്മാർ, തീയെ നിയന്ത്രിക്കുന്ന ദൂതന്മാർ, വെള്ളത്തെ നിയന്ത്രിക്കുന്ന, ജലത്തെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ദൂതന്മാർ. പത്രോസിന്റെ പടക് യാത്ര നമുക്കറിയാം, ശിഷ്യന്മാരുടെ പടക് യാത്ര. കാറ്റും കടലും ശക്തമായിട്ട് കോപിച്ചു. യേശു തമ്പുരാൻ എഴുന്നേറ്റ് കാറ്റേ കടലെ ശാന്തമാക എന്ന് പറയുന്നു. കാറ്റിന്റെ മേലും കടലിന്റെ മേലും, അതായത് പ്രകൃതിയുടെ മേൽ അധികാരം സ്വർഗത്തിനാണ്. എബ്രായ ബാലന്മാർ തീക്കകത്ത് വീണു. 7 മടങ്ങ് ചൂള, കഠിനമായിട്ട് ചൂടാക്കിയതായിട്ടുള്ള ചൂള എടുത്തുകൊണ്ട് പോയവർ ഭസ്മമായി പോയി. എന്നാൽ വീണ 3 പേർ, അവർക്കൊന്നും ഒരു പോർല പോലും തട്ടിയിട്ടില്ല. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നെബൂഖദ്നേസർ കണ്ടത് എന്താ? 4ാമതൊരുത്തൻ അവരോടൊപ്പം നടക്കുന്നു, യേശു കർത്താവാണ് എന്ന് നമ്മളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സ്വർഗത്തിന്റെ സാന്നിധ്യം, തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ ആ അഗ്നിജ്വാലയ്ക്കകത്ത്, 7 മടങ്ങ് ചൂടാക്കിയതായിട്ടുള്ള അഗ്നിജ്വാലയ്ക്കകത്ത് തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ ഇറങ്ങിയത് കൊണ്ട് തീയുടെ ബലം കെട്ടുപോയി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രകൃതിയുടെ മേൽ സ്വർഗത്തിനാണ് അധികാരം എന്നുള്ളത് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ആകാശത്തിലെ 4 കാറ്റ് 4 ദൂതന്മാരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. ഇനിയും പറഞ്ഞിരിക്കുന്നത് കണ്ടോ, 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. ദ ഗ്രേറ്റ് സീ. ഇസ്രായേലിന്റെ പിക്ചർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ മാപ്പൊക്കെ എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ, ഈ മഹാസമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സംശയവും വേണ്ട, ഇത് മെഡിറ്ററേനിയൻ സീ ആണ്, മെഡിറ്ററേനിയൻ കടലാണ്. ഈ മെഡിറ്ററേനിയൻ കടലിനെ ഗ്രേറ്റ് സീ എന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. സംഖ്യാപുസ്തകം 34-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 34-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. 34-ന്റെ 6-7 വാക്യങ്ങളിൽ, അതായത് ഇസ്രായേലിന്റെ അതിരുകളെ പറ്റി പരാമർശിക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്. 34-ന്റെ 6-7. പടിഞ്ഞാറോ മഹാസമുദ്രം അതിർ ആയിരിക്കണം, അത് നിങ്ങളുടെ പടിഞ്ഞാറേ അതിർ. വടക്കോ മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം നിങ്ങളുടെ അതിരാക്കണം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഫോർ ദ വെസ്റ്റേൺ ബോർഡർ യു ഷാൽ ഹാവ് ദ ഗ്രേറ്റ് സീ ആൻഡ് ഇറ്റ്സ് കോസ്റ്റ്. മഹാസമുദ്രം, മെഡിറ്ററേനിയൻ സീക്ക് പഴയ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്രേറ്റ് സീ എന്നുകൂടെയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത് അത് തന്നെയാണ്. 3-ാമത്തെ വാക്യത്തില്, 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുന്നത് ഗ്രേറ്റ് സീ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വേർഡ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആക്ഷരികമായിട്ട് മെഡിറ്ററേനിയൻ സീ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഈ മെഡിറ്ററേനിയൻ സീയുടെ കരയിലുള്ളതായ രാജ്യങ്ങളെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ 4 സാമ്രാജ്യങ്ങൾ, ഈ 4 സാമ്രാജ്യങ്ങളും ഉടലെടുത്തിരിക്കുന്നത് ഈ മെഡിറ്ററേനിയൻ സീയുടെ കരയിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 4 സാമ്രാജ്യങ്ങളിലുള്ളതായ രാജ്യങ്ങളെ എടുത്തു നോക്കുമ്പോൾ ഈ മെഡിറ്ററേനിയൻ സീയുടെ കരയിൽ നിന്നാണ് ഉത്ഭവം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ആത്മീയമായിട്ടുള്ള തലത്തിലേക്കും നമ്മൾ പ്രവേശിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് കാണാനായിട്ട് കഴിയുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് മഹാസമുദ്രം, ദ ഗ്രേറ്റ് സീ.
ഈ മഹാസമുദ്രത്തിൽ നിന്ന് 4 മൃഗങ്ങൾ കയറി വരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ 4 മൃഗങ്ങളിൽ 1 സിംഹം, 2 കരടി, 3 ലെപ്പേർഡ്, 4 ഒരു ഘോരമൃഗം, അതിന് പേരിട്ടിട്ടില്ല. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, സിംഹം എവിടെയാണ് വസിക്കുന്നത്? കരടി എവിടെയാണ് വസിക്കുന്നത്? ലെപ്പേർഡ് എവിടെയാണ്? ഈ 3 മൃഗത്തിന്റെയും വാസം കരയിലാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഈ മൃഗങ്ങളൊന്നും സ്വാഭാവികമായിട്ട് കടലിൽ കാണുന്ന മൃഗങ്ങളല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മഹാസമുദ്രം എന്താണ്? ദാനിയേലിൽ അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മഹാസമുദ്രം, കാരണം ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 7-ാമത്തെ അധ്യായം മുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കിക്കോണം. സിംബോളിക് ലാംഗ്വേജിലാണ് പല കാര്യങ്ങളും ഇതിനകത്ത് ഇനി കാണാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിലും ഇതിനകത്തും ദാനിയേൽ പ്രവചന പുസ്തകത്തിലും ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് സിംബോളിക് ലാംഗ്വേജിലാണ്, രൂപകാലങ്കാരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഒരധ്യായത്തിലേക്ക് വരുന്നായിട്ടുള്ള സമയത്ത് ഭൂമിയിൽ ചില കാര്യങ്ങളെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ ഇരുന്നുകൊണ്ട് കണ്ടത് വെട്ടുക്കിളിയെ പോലെ രൂപമുള്ള ചില കാര്യങ്ങളെ കുറിച്ച് കണ്ടു. അദ്ദേഹത്തിന് അന്ന് അത് കണ്ടപ്പോൾ വെട്ടുക്കിളിയെ പോലെ തോന്നി. ആക്ച്വലി ഇന്ന് നമ്മളതിനെ വിവർത്തനം ചെയ്യുമ്പോൾ, ഇന്ന് അതിനെ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അത് വെട്ടുക്കിളിയല്ല, ഇന്നത്തെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ആണ് അന്ന് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ വെച്ച് കണ്ടതെന്നുള്ള ഓർമ്മ വേണം. അപ്പൊ അദ്ദേഹത്തിന് അന്നത് കണ്ടപ്പോൾ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ആണെന്ന് തോന്നുവാനായിട്ടുള്ളതായ ആഗ്രാഹ്യമല്ല, അദ്ദേഹം വെട്ടുക്കിളിയെ പോലെ രൂപത്തെയാണ് കാണുന്നത്. എന്നാൽ ഇന്നത് നമുക്കറിയാം അത് അപ്പാച്ചെ ഹെലികോപ്റ്റർ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ രൂപം, വെട്ടുക്കിളിയുടെ രൂപം, ലോക്കസിന്റെ രൂപം പോലെ തന്നെയാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ രൂപം എന്ന് നിങ്ങൾക്കുള്ളത് അറിയാം. അവിടെ വരുമ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ പലതും രൂപകാലങ്കാരങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് 4 മൃഗങ്ങൾ, സമുദ്രത്തിൽ നിന്നും കരകയറി വരുന്നതായിട്ടുള്ള 4 മൃഗങ്ങൾ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ 4 കാറ്റടിക്കുന്നതെന്ന് കണ്ടു. ഈ 4 കാറ്റ് സ്വർഗത്തിലെ 4 ദൂതന്മാരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനിയും പറഞ്ഞിരിക്കുന്നത് ഈ സമുദ്രം എന്താണെന്നുള്ളത് കൂടെ പഠിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. യെശയ്യാവ് 57-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനടങ്ങിയിരിക്കാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെ ആകുന്നു. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ഇനി അടുത്തൊരു വാക്യം കൂടെ കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. വെളിപ്പാട് 17-15. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. മഹാസമുദ്രത്തിന്റെ വ്യാഖ്യാനം വരുന്നത് കണ്ടോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്, ദൈവത്തിന്റെ ദൂതൻ തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാസമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നീ കണ്ട വേശ്യ ഇരിക്കുന്നതായിട്ടുള്ള വെള്ളം, വംശങ്ങൾ, പുരുഷാരം, ജാതികൾ, ഭാഷകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ മഹാസമുദ്രത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് 4 മൃഗങ്ങൾ. ഈ 4 മൃഗങ്ങളുടെയും നേച്ചർ നോക്കിയാൽ, അല്ലെങ്കിൽ അതിനെ പറഞ്ഞിരിക്കുന്ന നോക്കിയാൽ, സിംഹവും കരടിയും പുള്ളിപ്പുലിയും ഒന്നും സമുദ്രത്തിൽ കിടക്കുന്ന സാധനങ്ങളല്ല, യഥാർത്ഥമായിട്ട് ലിറ്ററലി കടലിലുള്ളതായിട്ടുള്ള സംഗതികളല്ല. ഇവ വരുന്നത് എവിടെ നിന്നാണ്? മഹാസമുദ്രത്തിൽ നിന്ന്, അതായത് ജനമഹാസമുദ്രത്തിൽ നിന്നാണ് ഇവ വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ 2 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തുനിന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മെഡിറ്ററേനിയൻ സീയെ ലിറ്ററലി നമുക്ക് എടുക്കാനായിട്ട് കഴിയണം. മെഡിറ്ററേനിയൻ സീയുടെ കരകളിലുള്ളതായ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെ അന്ത്യകാലത്ത് ദൈവം ഇളക്കും. ദൈവം അവരെ ഇളക്കുവാനായിട്ട് പോവുകയാണ്. ആ ദൈവം അതിനെ ഇളക്കുന്നതായിട്ടുള്ള സമയത്ത് സംഭവിക്കുന്നത് എന്താണ്? ഇതിൽ നിന്ന് ചില രാജ്യങ്ങൾ ഇനിയും ഉയർത്തെഴുന്നേൽക്കും. ചരിത്രത്തിൽ നമ്മൾ കണ്ടു 4 സാമ്രാജ്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് എന്താണ്? ഈ കാറ്റ് ഇതിന്മേൽ തമ്മിൽ മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കാറ്റ് ശക്തമായ രീതിയിൽ സമുദ്രത്തിൽ അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വലിയ തിരമാലകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരും. വലിയ സുനാമികൾ
ഉണ്ടായിത്തീരുവാനായിട്ട് ഇടയാകും എന്നുള്ളതൊക്കെ നമ്മൾ ഓർത്തുകൊള്ളണം. അപ്പോൾ വെള്ളത്തെ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് 4 വശത്തു നിന്നുമാണ് ഈ കാറ്റ് ഒരേ സമയത്ത് അടിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കലങ്ങി മറിയുന്നതായിട്ടുള്ളതായ അനുഭവം. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ചെന്താണ്? ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനടങ്ങിയിരിക്കാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. 4 വശത്തു നിന്നും അതിശക്തമായി കാറ്റടിക്കുമ്പോൾ മഹാസമുദ്രത്തിൽ വലിയ ഇളക്കപ്പെരുക്കങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയായിത്തീരുന്നു. അങ്ങനെ ഉണ്ടായപ്പോഴാണ് 4 സാമ്രാജ്യങ്ങൾ ഫോം ചെയ്തത്. ഇനി നമ്മളിതിനെ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ വേണം വെച്ച് ചിന്തിക്കേണ്ടത്. കാരണം രാജ്യങ്ങളിൽ സമാധാനമില്ലാതെയായപ്പോൾ, അസ്വസ്ഥതകൾ ജനിച്ചപ്പോൾ ഒക്കെയാണ് ഏകാധിപതികളും രാഷ്ട്രങ്ങളും ഒക്കെ ജനിക്കുവാനായിട്ടിടയായി തീർന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മൾ ഇപ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മഹാസമുദ്രത്തിന്മേൽ കാറ്റ് അടിക്കുവാനായിട്ട് പോകുന്നു. അങ്ങനെ കാറ്റടിക്കുമ്പോൾ ഒരു വലിയ കലക്കം ഉണ്ടാകുന്നു. അതിൽ നിന്ന് 4 മൃഗങ്ങൾ കരകയറി വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. രാജ്യങ്ങൾക്കുള്ളിൽ അന്തഛിദ്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. അതായത് ഈ വെള്ളം ആഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ വലിയ തിരമാലകൾ, ഒരു കലക്കം ഉണ്ടാവുകയാണ്. വലിയ കോൺഫ്ലിക്റ്റുകൾ രാജ്യങ്ങളിൽ തന്നെ തമ്മിൽ ഉണ്ടാവുന്നു. അതിൽ തന്നെ ഉണ്ടാവുന്നതായിട്ടുള്ള അനുഭവം. ഇന്ന് രാജ്യങ്ങൾക്കുള്ളിൽ അന്തഛിദ്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദ ലേറ്റസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതായ സംഭവ വികാസങ്ങൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ പുറത്തുനിന്ന് ഒരു രാജ്യങ്ങളും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ അതിന്റെ ഉള്ളിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഡിവിഷൻ അവിടെ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. ജനങ്ങൾ തമ്മിൽ ഒരു വലിയ ഡിവിഷൻ അവിടെ സംഭവിക്കുവാനായിട്ട് പോകുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നു. ആ രാജ്യത്തിന് സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും വരുന്ന ആളുകളിൽ മിക്കവാറും അതിന്റെ ഗതി സമാധാനമില്ലാതെ വലിയ വലിയ കലഹങ്ങളും ലഹളകളും ഒക്കെ ഒരുപക്ഷെ ഇനി പൊട്ടിപ്പുറപ്പെടുവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ വളരെ സമാധാനത്തോടുകൂടെ ജീവിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ സമാധാനം ഇന്ന് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു അന്തഛിദ്രം അതിൽ തന്നെ ഉണ്ടാവും. ഇനി ഇത് രാജ്യങ്ങൾക്കുള്ളിൽ. ഇനി രാജ്യങ്ങൾ തമ്മിലോ? ഇന്ത്യയും ചൈനയും നോക്കിക്കഴിഞ്ഞാൽ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു ടെൻഷൻ നിലവിൽ നിൽക്കുകയാണ്. ഒരു ബോർഡർ ടെൻഷനുണ്ട്, അതുപോലെ തന്നെ ട്രേഡ് സംബന്ധിച്ച വലിയ ടെൻഷനുണ്ട്. നമ്മൾ അവരുടെ ഒരുപാട് ആപ്പുകൾ നമ്മൾ നിരോധിച്ചു, അവര് നിരോധിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാവസായികമായിട്ടുള്ളതായ വലിയ പ്രശ്നങ്ങൾ രാജ്യങ്ങൾ തമ്മിലുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതായ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഓർക്കണം. ചൈനയും അമേരിക്കയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. നോർത്ത് കൊറിയയും അമേരിക്കയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. USSRിലുള്ളതായ പഴയ റഷ്യയിലുള്ളതായ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നങ്ങൾ, ഇറാനും ഗൾഫ് കൺട്രീസും തമ്മിൽ പ്രശ്നങ്ങൾ. നമ്മളൊന്ന് നോക്കിക്കാട്ടെ എന്താ കാണാനായിട്ട് കഴിയുന്നത്? രാജ്യങ്ങളിലെല്ലാം അവയുടെ ഉള്ളിൽ തന്നെ കലഹങ്ങൾ സംഭവിക്കുന്നു, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ളതായ കലഹങ്ങൾ സംഭവിക്കുന്നു. കാറ്റ് ആഞ്ഞ് അടിക്കുമ്പോൾ മഹാസമുദ്രം ഇളകുവാനായിട്ട് ഇടയായി തീരുകയാണ്. ഇന്ന് മെഡിറ്ററേനിയൻ സീയുടെ കരയിലുള്ളതായ രാജ്യങ്ങളെയും നമ്മൾ എടുത്തു നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ തരത്തിലുള്ളതായ കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്ത കാര്യം, രാജ്യത്തെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണല്ലോ ടെററിസം എന്ന് പറയുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, മറ്റൊരു രാജ്യങ്ങളുമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ, അവരുടെ രാജ്യത്ത് തന്നെ മറ്റു പ്രതികൂലങ്ങളൊന്നുമില്ലാത്ത രാജ്യങ്ങൾ പോലും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തീവ്രവാദം, ടെററിസം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ വലിയ കോൺഫ്ലിക്റ്റുകൾ, സമാധാനമില്ലായ്മ, അന്തഛിദ്രങ്ങൾ രാജ്യങ്ങളിൽ ഉടലെടുക്കുന്നതായിട്ടുള്ളതായ അനുഭവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് ഓടി വന്നു കഴിഞ്ഞാൽ അതിന്റെ 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമുക്കൊന്ന് കാണാം. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രവചന വാക്യമാണ് പ്രകാരം പറയുന്നത്. ഇനി കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ്? 4 കാറ്റ് സമുദ്രത്തിന്മേൽ ആഞ്ഞടിക്കുന്നതായിട്ടുള്ള രംഗമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ഭരണകൂടങ്ങളെ ഇളക്കുവാനായിട്ട് പോവുകയാണ്.
ഇതുവരെ കണ്ടിട്ടില്ലാത്തതായ തരത്തിലുള്ളതായ രാഷ്ട്രീയ ചേരിതിരിവുകളും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെ ഇനിയും കാണുവാനായിട്ട് പോവുകയാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. വളരെ പതുക്കെ ഇത് പഠിപ്പിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സ്പീഡിൽ എനിക്ക് നീങ്ങാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുക. 4-ാമത്തെ വാക്യം, ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അതിന്റെ ചിറക് പറഞ്ഞു പോയി, അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി, അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു. ഇനി 4 മൃഗങ്ങളാണ് ഈ മഹാസമുദ്രത്തിൽ നിന്ന് കരകയറി വരുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന മൃഗത്തെ കുറിച്ചാണ്. ലൈക്ക് എ ലയൺ, സിംഹം പോലെ, അല്ലെ, സിംഹത്തോട് സദൃശ്യമായിട്ടുള്ളതായ ഒരു മൃഗമാണ് കയറി വരുന്നത്. സിംഹം എക്സാക്ട്ലി സിംഹം ലയൺ എന്നുള്ളതല്ല പറയുന്നത്, ലൈക്ക് എ ലയൺ, സിംഹത്തോട് സദൃശ്യമായിരിക്കുന്നതായ ഒരു മൃഗം. സിംഹത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടതാണ്. സിംഹം മൃഗങ്ങളിലെ രാജാവാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തെ, ഉന്നതമായിട്ടുള്ള പദവിയെ ഒക്കെയാണ് അത് കാണിക്കുന്നത്. ഇത് തന്നെ നമ്മൾ കണ്ടു 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടപ്പോൾ എന്താണ്, സ്വർണം കൊണ്ടുള്ളതായ തല. ദാനിയേൽ നെബൂഖദ്നേസറിനോട് പറഞ്ഞു, തിരുമേനി സ്വർണം കൊണ്ടുള്ള തല അങ്ങാകുന്നു എന്ന പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ദാനിയേൽ ഈ ദർശനം കാണുമ്പോൾ, ആദ്യം കാണുന്ന 1-ാമത്തെ സാമ്രാജ്യത്തെ കുറിച്ച് കാണുമ്പോൾ അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് സിംഹത്തെയാണ് കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കണം, 4 മൃഗങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് 3-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്നതായ 4 മൃഗങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 4 great beasts came up out of the sea, different from one another. 4 മൃഗങ്ങൾ, but they are different from one another. എന്നാൽ ഈ മൃഗങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കോമൺ ക്യാരക്ടർ, നേച്ചർ ഉണ്ട്. അതെന്താണ്? ഇവ കടിച്ചു കീറുന്നതായ, മൃഗത്തിന്റെ കോമൺ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് കടിച്ചു കീറുന്നതാണ്. 2 ആക്രമണ സ്വഭാവമുള്ളതാണ്. 3 വിവേകബുദ്ധിയില്ലാതെ, നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഇല്ലാത്തതായിട്ടുള്ളതാണല്ലോ എപ്പോഴും മൃഗം എന്ന് പറയുന്നത്. അപ്പോൾ മൃഗം എന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ കാടത്ത സ്വഭാവത്തെ കുറിച്ച് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് പരാമർശിച്ചിരിക്കുന്നത് എന്താണ്? ഈ 4 മഹാമൃഗങ്ങളെ കുറിച്ച് കാണുന്നു. ആ 4 മഹാമൃഗങ്ങൾ, അതിനകത്ത് ഈ 4 മൃഗങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ. അത് 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. ദാനിയേൽ 7:17 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട് 17-ാമത്തെ വാക്യത്തിൽ. അതായത് ഇതിന്റെ വ്യാഖ്യാനം അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 4 മൃഗങ്ങൾ 4 രാജാക്കന്മാരാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിച്ചിരിക്കുന്നു. അഥവാ 4 സാമ്രാജ്യങ്ങൾ. അതാണ് നമ്മൾ കണ്ട 1-ാമത്തെ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത് എന്ന് ഓർക്കണം. ബാബിലോൺ സാമ്രാജ്യത്തെയാണ് ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളതായ സിംഹത്തിന്റെ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നുണ്ട്. ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ശേഷം പിന്നെ ഇവിടേക്ക് വരാം. 13-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യത്തിനകത്തും ഈ മൃഗത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് എന്താണ്? സമുദ്രത്തിൽ നിന്നും കരകയറി വരുന്ന ഒരു മൃഗം. ആ മൃഗത്തെ പരാമർശിച്ചിരിക്കുന്നത് കണ്ടോ? അത് അവിടെയും പറഞ്ഞിട്ടുണ്ട്. പുള്ളിപ്പുലിയുടെ പേരുണ്ട്, കരടിയുടെ പേരുണ്ട്, സിംഹത്തിന്റെ പേരുണ്ട്. നമ്മൾ ഇവിടെ കാണുന്നതും എന്താണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന 3 മൃഗങ്ങൾക്ക്, കരടിയുടെയും പുള്ളിപ്പുലിയുടെയും സിംഹത്തിന്റെയും കാര്യം ഇവിടെയും പരാമർശിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന മൃഗവും ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ കാണുന്ന ദർശനത്തിൽ കാണുന്നതായിട്ടുള്ള മൃഗങ്ങളും സെയിം ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതായത് അതിന്റെ സ്വഭാവം, അതിന്റെ ക്യാരക്ടർ എല്ലാം ഓൾമോസ്റ്റ് സെയിമാണ്.
ദാനിയേൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത് വരാനായിട്ടിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇനിയും വരാനായിട്ട് പോകുന്ന, ഫോം ചെയ്യപ്പെടുവാൻ പോകുന്നതായിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിം ആണ് എന്നുള്ളത് പ്രധാനമായിട്ടും, അതിന്റെ ക്യാരക്ടർ പ്രധാനമായിട്ടും സെയിം ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 സാമ്രാജ്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് കാണുന്നത്. ഈ സിംഹത്തെ കാണുന്നു. സിംഹം, കരടി, പുള്ളിപ്പുലി, ഘോരമൃഗം, 4 കാണുന്നത്. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചിരുന്നു ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. 4 വാക്യങ്ങളിൽ 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് കർത്താവ് പരാമർശിച്ചിരിക്കുകയാണ്. 4 മുതൽ 4, 5, 6, 7 4 വാക്യങ്ങളിൽ 4 സാമ്രാജ്യത്തെ കുറിച്ചുള്ള വിശദീകരണം കൃത്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത് അന്തിക്രിസ്തു എന്ന് പറയുന്നതായിട്ടുള്ളതായ വ്യക്തിയെയുമാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒത്തിരി വിശദീകരണങ്ങളിലേക്ക് പോകാതെ ആ ഒന്നാമത്തെ സാധനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ സിംഹത്തെ കുറിച്ച് ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ വെച്ച് കണ്ടു, ഇത് ബാബേൽ സാമ്രാജ്യമാണ് എന്നുള്ളത് കണ്ടു. പല ഭാഗങ്ങളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിച്ചു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4ാമത്തെ അധ്യായം 7, 13 വാക്യങ്ങൾ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4ാമത്തെ അധ്യായം അതിന്റെ 7, 13 വാക്യങ്ങൾ വായിക്കാം. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു, ജാതികളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തന്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു. അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികളില്ലാതെയാകും വണ്ണം നശിപ്പിക്കും. ഇസ്രായേലിന് കൊടുക്കുന്നതായ വാണിംഗ് ആണ് ഈ 4ാമത്തെ അധ്യായം. ആ 4ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്നതായിട്ടുള്ള വാണിംഗിൽ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ എന്താണ്? സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു, ജാതികളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാനായിട്ട് വരുന്നു. 13ാമത്തെ വാക്യത്തില് ഇതാ അവൻ മേഘങ്ങളെ പോലെ കയറി വരുന്നു, അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ആകുന്നു, അവന്റെ കുതിരകൾ കഴുക്കളെക്കാളും വേഗതയുള്ളവ. അയ്യോ നഷ്ടം അയ്യോ കഷ്ടം, നാം നശിച്ചുവല്ലോ എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് വിശദീകരണങ്ങളാണ് ഇവിടെ എല്ലാം വരുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട്. എല്ലാ വാക്യങ്ങളിലേക്കും പോകാനായിട്ടുള്ള സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ചില വാക്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത് ബാബേൽ സാമ്രാജ്യത്തെ കുറിച്ചാണ്. സിംഹം ബാബേലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറക് ഉള്ളതും ആയിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. കഴുകിൻ ചിറക് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അതായത് സിംഹത്തിന്റെ മുകളിൽ കഴുകന്റെ ചിറക്. മൃഗങ്ങളിൽ വെച്ച് സിംഹമാണ് ഏറ്റവും ഔന്നത്യമുള്ളത്. പക്ഷികളിൽ വെച്ച് ഏറ്റവും ഔന്നത്യമുള്ളത് ഈഗിളാണ്, കഴുകനാണ് എന്ന് നമ്മളിവിടെ കാണും. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നതായിട്ടുള്ള പക്ഷിയാണ് കഴുകൻ എന്നറിയാം. ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11, 12 വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കുകയാണ്. 11, 12 വാക്യങ്ങൾ. ആ കാലത്ത് ഈ ജനത്തോടും യെരൂശലേമിനോടും പറവാനുള്ളത് എന്തെന്നാൽ, മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ് പേറ്റുവാനല്ല കൊഴിപ്പാനുമല്ല എന്റെ ജനത്തിന്റെ പുത്രിക്ക് നേരെ ഊതും. ഇതിലും കെടുതായ ഒരു കാറ്റ് എന്റെ കൽപ്പനയാൽ വരും. ഞാൻ ഇപ്പോൾ തന്നെ അവരോട് ന്യായവാദം കഴിക്കും. ഇതാ അവൻ മേഘങ്ങളെ പോലെ കയറി വരുന്നു, അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയാവും, അവന്റെ കുതിരകൾ കഴുക്കളെക്കാളും വേഗതയുള്ളവ. അപ്പോൾ കഴുകന്റെ ചിറക് പരാമർശിച്ചിരിക്കുന്നത്, അവിടെയും കാറ്റിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നുണ്ടോ? 11, 12 വാക്യങ്ങൾക്കകത്ത് കാറ്റിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ചെന്താ? 4 കാറ്റ് സമുദ്രത്തിന്മേൽ ആഞ്ഞടിക്കുന്നു എന്നല്ലേ ആദ്യമേ കണ്ടത്. അതുതന്നെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കാണുകയാണ്. ബാബിലോൺ കടന്നു വരുന്ന ഒരു വലിയ കാറ്റിന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. അപ്പോൾ ഈ സിംഹം മൃഗങ്ങളിൽ വെച്ച് ശക്തനായിരിക്കുന്നു, കടിച്ചു കീറുന്നതാണ് അതിന്റെ സ്വഭാവം, പെട്ടെന്ന് ആക്രമിക്കുന്നതായിട്ടുള്ള സ്വഭാവമാണത്. അപ്പോൾ ബാബേലും എന്താണ്? ഒരു സിംഹത്തെ പോലെയാണ് ഇസ്രായേലിന് നേരെ കടന്നു വരുന്നതും അവരെ ഇല്ലായ്മ ചെയ്യുന്നതും. 3 പ്രാവശ്യമായിട്ട് അവരെ തകർത്ത് തരിപ്പണമാക്കി, കല്ലോട് കല്ല് ശേഷിപ്പിക്കാതെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞെന്ന് ഓർക്കണം. നെബൂഖദ്നേസറിന്റെ കാലത്ത് അത് നമ്മൾ ദീർഘമായിട്ട് പഠിച്ചതാണല്ലോ. ഈ സിംഹത്തിന്റെ മുകളിലുള്ളതായ ഈ കഴുകന്റെ ചിറക് എന്ന് പറയുന്നത് അതിന്റെ ശീഘ്രഗതി, അല്ലെങ്കിൽ അതിന്റെ സൈനിക ശക്തിയെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ കുതിരകൾ കഴുക്കളെക്കാളും വേഗത ഉള്ളവ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിസ് ഹോഴ്സസ് ആർ സ്വിഫ്റ്റർ ദാൻ ഈഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ വേഗതയിൽ വരുന്നതായിട്ടുള്ളതായ ബാബിലോണിന്റെ സൈനിക ശക്തിയെ കാണിക്കുന്നതാണ് ആ
കഴുകൻ ചിറക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളാം. ഇനിയും ഓർത്ത് നോക്കിക്കാട്ടെ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. ഓക്കെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. അപ്പൊ ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് ശ്രദ്ധിച്ചു കേട്ടോണം. സിംഹം ബാബേലിനെ കാണിക്കുന്നു, ബാബിലോണിനെ കാണിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യം, ശക്തിയേറിയ സാമ്രാജ്യം, നിമിഷങ്ങൾക്കുള്ളിൽ ചുറ്റുപാടുമുള്ളതായ രാജ്യങ്ങളെ തകർത്തെറിയുവാൻ കഴിയുന്നതായിട്ടുള്ള രാജ്യം. അതുപോലെ തന്നെ അതിന്റെ കഴുകിൻ ചിറകെന്ന് പറയുന്നത് സൈനിക ശക്തിയെ കാണിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിച്ചു. ഇനി ആ രണ്ട് ഭാഗത്തെ ആത്മീയമായിട്ട് കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പറയുവാനായിട്ട് പോകുന്നത്. അവിടെ 4-ാമത്തെ വാക്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ, ദ ഫസ്റ്റ് വാസ് ലൈക്ക് എ ലയൺ ആൻഡ് ഹാഡ് ഈഗിൾസ് വിങ്സ്. Then as I looked, its wings were plucked off, and it was lifted up from the ground and made to stand on 2 feet like a man, and the mind of a man was given to it. ചിറകുകൾ എന്ത് സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിറകുകൾ പറഞ്ഞു പോയി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എന്തായിരുന്നു ബാബിലോണിന്റെ ചിറക്? നമ്മൾ ഒന്ന് കണ്ടു, അതിന്റെ സൈനിക ശക്തിയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ട്, ആത്മീയമായിട്ട് നമ്മളെ ചിന്തിക്കുന്നതായിട്ടുള്ള സമയത്ത് 4-ാമത്തെ അധ്യായം, ദാനിയേൽ പ്രവചനം 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം, 4:30 പറഞ്ഞിരിക്കുന്നത് കൂടെ നമുക്ക് നോക്കാം. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബിലോൺ, മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഈ കഴുകിന്റെ ചിറക്? ഈ കഴുകിന്റെ ചിറക് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ധനമഹാത്മ്യം, പ്രതാപം, അഹങ്കാരം കൊണ്ട് നെബൂഖദ്നേസറിന്റെ ഹൃദയം ഒന്ന് നിഗളിച്ചു. ആ വെരി മൊമെന്റിൽ സംഭവിച്ചത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ പ്ലക്ഡ് ഓഫ്, പറഞ്ഞുപോയി. രാജാവ് അഹങ്കരിച്ചപ്പോൾ രാജാവ് നിമിഷ നേരം കൊണ്ട് താളടിയായി പോകുന്ന രംഗമാണ് കാണുന്നത്. അതായത് ബാബിലോണിന്റെ പ്രതാപം, അതിന്റെ ധനമഹാത്മ്യം, അതിന്റെ സമ്പത്ത്, കഴുകൻ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണെന്നുള്ളത് ഓർമ്മിപ്പിച്ചു. കഴുകനെ പോലെ ഏറ്റവും ഉന്നതമായ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നതായിട്ടുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ രാജാവിന്റെ ഹൃദയം നിഗളിച്ചപ്പോൾ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഴുകിൻ ചിറക് ബാബേലിന്റെ സമ്പന്നതയെ കാണിക്കുകയാണ്. ബാബേലിന്റെ ആ ഉച്ചസ്ഥായിയിൽ അത് വളർന്നു നിൽക്കുന്നതായിട്ടുള്ളതായ ആ അനുഭവത്തെ കാണിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഈ കഴുകിൻ ചിറക് പറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാണ് ബാബേൽ രാജാവ് താളടിയായി പോകുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത് പറയുന്നത് എന്താണ്? അതിനെ നിലത്തു നിന്ന് പൊക്കി, നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിർത്തി എന്നാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നതെന്ന് ഓർക്കണം. ചിറക് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കഴുകന്റെ ചിറക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? പിന്നെ പറക്കാൻ പറ്റത്തില്ല, നിമിഷ നേരങ്ങൾക്കുള്ളിൽ അത് ഭൂമിയിൽ വീണിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ധനമഹാത്മ്യത്തിന്റെ, അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യം ധനമഹാത്മ്യത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതായിട്ടുള്ള നിമിഷം തന്റെ ഹൃദയം ഒന്ന് നിഗളിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് നിലത്ത് വീഴുവാനായിട്ട് ഇടയായി തീർന്നു, അല്ലെങ്കിൽ തകരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിർത്തി, മെയ്ഡ് ടു സ്റ്റാൻഡ് ഓൺ 2 feet ലൈക്ക് എ മാൻ. നേരത്തെ എന്താ സംഭവിച്ചത്? പുള്ളി 2 കാലിലൊന്നും അല്ല നിന്നിരുന്നെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. ഈ അഹങ്കാരവും നിഗളവും ഒക്കെ അങ്ങോട്ട് കയറിയപ്പോഴേക്കും എന്താണെന്നറിയാമോ? ഞാനിമ്മണി വലിയ ഒന്നാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ ഭരിച്ചു. അപ്പം കാലൊന്നും ഭൂമിയിൽ ഉറച്ചില്ല. കാലൊന്നും ഭൂമിയിൽ ഉറയ്ക്കാതെ ഇങ്ങനെ അനന്തവിഹായസിൽ അദ്ദേഹം ഇങ്ങനെ പറന്നു നടക്കുകയാണ്. ഈ സംഭവം ഇമ്മണി വലിയ ഒന്ന് എന്നുള്ളതായ ആ ചിന്ത
നിമിഷ നേരം കൊണ്ട് തകർന്നപ്പോഴേക്കും ചിറക് രണ്ട് മറ്റുപോയി ഭൂമിയിലേക്ക് തകർന്നടിച്ച് താഴെ വീഴുകയാണ്. നമുക്കൊരു വാക്യം നന്നായിട്ട് അറിയാമല്ലോ അല്ലെ? ഒബദ്യ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഇപ്രകാരം ഒരു വാക്യമുണ്ട്. 4-ാമത്തെ വാക്യം, ഒബദ്യാവ് 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. എത്ര ക്ലീൻ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്താൻ നോക്കിയേ. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. എവിടേക്കാ പോയെന്ന് ഓർത്തേ? എത്ര ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഈ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞതായ രാജാവ് അല്ലെങ്കിൽ രാജ്യം നിമിഷ നേരം കൊണ്ട് ദൈവം ആ രാജ്യത്തെ അഹങ്കാരങ്ങൾ വർദ്ധിച്ചപ്പോൾ കൊടുമുടിയോളം വളർന്നു. അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനെ നിമിഷ നേരം കൊണ്ട് തകർത്ത് താഴെ ഇറക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അതിനെ നിലത്തു നിന്ന് പൊക്കിയെന്നാ പറഞ്ഞേക്കുന്നത്. നമ്മളെല്ലാവരും ഓർക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണല്ലോ അമേരിക്കയുടെ ട്വിൻ ടവർ എന്നുള്ളത്. ലോകത്തിലേക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്നിരുന്നതായിട്ടുള്ള നീളം കൂടിയതായിട്ടുള്ള 2 ടവർ ആയിരുന്നല്ലോ ട്വിൻ ടവർ. ഇപ്പൊ നിങ്ങൾ അവിടെ ചെന്നാൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് അറിയാമോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രൗണ്ട് സീറോ. ആ ഇരുന്നതായിട്ടുള്ള ആ ബിൽഡിംഗ് ഇരുന്നതായിട്ടുള്ള 2 ഭാഗവും ഗ്രൗണ്ട് സീറോ ആയിട്ട് ക്ലിയർ ചെയ്തിരിക്കുന്നത്. വലിയ താഴ്ചയില്ല, അതിനകത്തേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നതായിട്ടുള്ള രംഗമാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ അന്ന് മരിച്ചു പോയവരുടെ എല്ലാം പേരുകളൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉന്നതത്തിൽ നിന്ന അനുഭവം ഇപ്പോൾ ഗ്രൗണ്ട് സീറോ ആയിട്ട് മാറിയിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. ആത്മീയമായിട്ട് കൂടെ ഉള്ള ചിന്ത കൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ഓർത്തോണേ, അത് നമ്മൾ മനസ്സിലാക്കി വേണം. അപ്പോൾ അതിന് ചിറക് പറഞ്ഞു പോയി അതിനെ നിലത്ത് നിന്ന് പൊക്കി. ടോപ്പിൽ നിന്ന സാധനം ട്വിൻ ടവർ ഇപ്പോൾ എന്തായിട്ട് മാറി? ഒന്നുമില്ലാത്തതായിട്ടുള്ള അവസ്ഥയിൽ ഗ്രൗണ്ട് സീറോ ലെവലിലേക്ക് അത് താണു പോകുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ കാണുന്നത്. അതിനെ അവിടെ നിന്ന് ഉയർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 34-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണു ഉയർത്തി, എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു, ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി. 34-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചുകൊള്ളണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയ്ഡ് ടു സ്റ്റാൻഡ് ഓൺ 2 feet ലൈക്ക് എ മാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മനുഷ്യനെ പോലെ അല്ലായിരുന്നു നടപ്പ്. അഹങ്കാരവും നിഗളവും ധിക്കാരവും ഒക്കെ ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചത് എന്താണ്? 2 കാലിലൊന്നും അല്ല നിന്നതെന്ന് ഓർക്കണം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുവാനായിട്ടുള്ള സമയം, എടുത്തു വായിക്കാനായിട്ടുള്ള സമയമില്ല. 1 കൊരിന്ത്യർ 10:12 നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നമുക്കൊക്കെ തരുന്നതായിട്ടുള്ള വാണിങ്ങുകളാണ് എന്ന് ഓർക്കണം. ആത്മീയ നിഗളം പാടില്ല, ഭൗതിക നിഗളം പാടില്ല. ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ആത്മീയ നിഗളവും നല്ലതല്ല, ഭൗതിക നിഗളവും നല്ലതല്ല ദൈവമക്കളെ. അത് രണ്ടും ഓർത്തോണം. ഇത് രണ്ടും നല്ലതല്ല. ഇത് രണ്ടും അധികമായി കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ ഈ കഴുകന്റെ അവസ്ഥയിലേക്ക് മാറും. ഈ കഴുകന്റെ അവസ്ഥയിലേക്ക് മാറിയ ദൈവം നീ ആകാശത്തിൽ ഉയർന്ന കഴുകനെ പോലെ കൂട് വെച്ചാൽ അവിടെ നിന്നെ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ നിഗളവും നല്ലതല്ല, ഭൗതിക നിഗളവും നല്ലതല്ല. രണ്ടും നമ്മളെ താഴ്ത്തിയാക്കി കളയുന്നതാണ്. എന്നിട്ട് മാനുഷ്യ ഹൃദയം കൊടുത്ത് മനുഷ്യനെ പോലെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നാ പറയുന്നത്. മാനുഷ്യ ഹൃദയം കൊടുത്ത് നമ്മൾ 4-ാമത്തെ അധ്യായം 34 മുതൽ 37 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് അത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നെബൂഖദ്നേസർ രാജാവിന്റെ അധപതനവും നെബൂഖദ്നേസർ രാജാവിനെ വീണ്ടും ഒരു മനുഷ്യനാക്കി തിരിച്ചറിവ് കൊടുത്ത് രൂപാന്തരപ്പെടുത്തി അധികാരത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതായിട്ടുള്ളതായ രംഗമാണ് ആ 4-ാമത്തെ വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്, എന്റെ സമയം കഴിഞ്ഞത് കൊണ്ട്. 1-ാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അതിന്റെ ചിറക് പറഞ്ഞുപോയി, അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി, അതിന് മാനുഷ്യ ഹൃദയവും കൊടുത്തു. ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് ഒറ്റ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം കൃത്യമായിട്ട് പരാമർശിച്ചു വച്ചിരിക്കുന്നു. കാരണം ദാനിയേൽ പറഞ്ഞിരിക്കുന്നത്, ഈ ദർശനം കാണുമ്പോൾ ദാനിയേൽ പറഞ്ഞത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കാരണം ദാനിയേൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ദാനിയേലിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണെന്ന് ഓർത്തോണം. ദാനിയേൽ ലിറ്ററലി ജീവിതത്തിൽ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ ബാബേലിൽ നടന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. ബാബേൽ സംസ്ഥാനത്തിന്റെ വളർച്ച കണ്ടതായ വ്യക്തിയാണ് ദാനിയേൽ. അതേപോലെ തന്നെ അതിന്റെ അധപതനവും കണ്ടതായിട്ടുള്ള വ്യക്തിത്വമാണ്
ദാനിയേൽ എന്ന് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇന്ന് സമയം അവസാനിക്കുന്നത് കൊണ്ട് ഈ ഒറ്റ കാര്യം മാത്രമേ, ഒരു രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ അത് അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കാരണം 7-ാമത്തെ അധ്യായം മുതൽ അല്പം സ്ലോയിലേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതുവരെ വന്ന പോലത്തെ ഫാസ്റ്റ് ലെവലിലൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വളരെ സ്ലോയിൽ മാത്രമേ ഇനിയും മുൻപോട്ടുള്ളതായ യാത്ര നടക്കുകയുള്ളൂ എന്നുള്ളത് കൂടെ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ബാബേൽ ദാനിയേൽ പ്രവാചകൻ കാണുന്നതായിട്ടുള്ള ദർശനമാണ്. ആ ദർശനത്തിൽ താൻ കാണുന്നതായിട്ടുള്ള 4 കാറ്റിനെ കുറിച്ച് മനസ്സിലാക്കി. മഹാസമുദ്രം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഈ മഹാസമുദ്രത്തിൽ ഒരു വലിയ ഇളക്കം ഉണ്ടാകുവാനായിട്ട് പോകുന്നു. അതായത് രാഷ്ട്രങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾക്കുള്ളിൽ ഒരു വലിയ പ്രതികൂലങ്ങൾ ഒക്കെ സംജാതമാകുവാനായിട്ട് പോകുന്നു. അങ്ങനെ വരുന്നതായിട്ടുള്ള വേളയിൽ ഒരു ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്, അതുകൂടെ ഞാൻ വേഗം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. 4 സാമ്രാജ്യങ്ങളെ നമുക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം ഒരു ദശരാഷ്ട്ര സഖ്യം കയറി വരുന്നുണ്ട്. അതൊക്കെ തൊട്ടടുത്ത 4-ാമത്തെ മൃഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് കാണാം. ഒരു 10 രാജ്യങ്ങൾ, അത് 10 കൊമ്പുള്ള ഒരു മൃഗമാണ് വരുന്നത്. ആദ്യം കണ്ട 3 മൃഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യത്വമാണ് അടുത്തത് വരുന്നത്. 10 കൊമ്പ് ഇമേജിൽ കാണുമ്പോൾ 10 വിരലുകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ അത് 10 കൊമ്പായിട്ട് കാണുന്നു. വെളിപ്പാട് പുസ്തകം 13:1 നമ്മൾ കണ്ടല്ലോ, കയറി വരുന്ന മൃഗത്തിന് 10 കൊമ്പ് കാണുന്നു. ഈ 10 കൊമ്പ് കാണിക്കുന്നത് 10 ദശരാഷ്ട്രത്തെയാണ്, 10 രാജ്യങ്ങളെ കാണിക്കുന്നു. ഒരു ദശരാഷ്ട്ര സഖ്യം ഫോം ചെയ്യപ്പെടുവാനായിട്ട് പോകുന്നു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഒരു ചെറിയ കൊമ്പ്, അന്തിക്രിസ്തു. അപ്പോൾ ഇത് പഠിപ്പിച്ചു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 സാമ്രാജ്യങ്ങൾ, ഇതിന്റെ വളർച്ച, ഇതിന്റെ അധപതനം, ഇതെല്ലാം കാണിച്ചു വെച്ച് വചനം കയറി വരുന്നത് ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ അന്തിക്രിസ്തുവിന്റെ വരവ് എങ്ങനെ, എപ്രകാരം, ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള പാഠങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സാമ്രാജ്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അത് അന്തിക്രിസ്തുവിന്റെ വരവിനെ രാജ്യങ്ങൾ എങ്ങനെ തയ്യാറാവുന്നു, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ദൈവമക്കളെ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് 4 മൃഗങ്ങൾ, മൃഗത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി. ആ 4 മൃഗത്തിൽ 1-ാമത്തെ മൃഗം സിംഹം. ആ സിംഹം ബാബിലോൺ സാമ്രാജ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി. ബാബിലോൺ സാമ്രാജ്യത്തിൽ സിംഹത്തിന്റെ പുറത്ത് കഴുകിന്റെ ചിറക്, അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ അതായിരിക്കുന്നതായിട്ടുള്ള അനുഭവം. മാത്രവുമല്ല, അതിന്റെ ശീഘ്രഗതിയിലുള്ളതായ അതിന്റെ സൈനിക അറ്റാക്കിനെ അത് നമുക്ക് അത് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ആ സിംഹത്തെ കുറിച്ച്, ബാബേൽ സാമ്രാജ്യത്തെ കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നത് ഉന്നതമായിട്ടുള്ളതായ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ പോലും അതിന്റെ ചിറക് പറഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. നെബൂഖദ്നേസറിന്റെ വീഴ്ചയെ അത് കാണിക്കുന്നു. സമ്പത്തും പ്രതാപവും ഒക്കെ വർദ്ധിച്ചതായിട്ടുള്ള കാലഘട്ടം അത് അവനെ അഹങ്കാരത്തിലേക്കും നിഗളത്തിലേക്കും ഉയർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് അവന്റെ ജീവിതത്തിലെ അധപതനത്തിന് കാരണമായി മാറി. എന്നാൽ വീണ്ടും ചില തിരിച്ചറിവുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ചില പ്രയാസങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ, 7 വർഷക്കാലമുള്ള പ്രയാസത്തിൽ കൂടെ കടന്നുപോയപ്പോൾ അവന്റെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ തിരിച്ചറിവ് അവനൊരു മനുഷ്യന്റെ ഹൃദയത്തെ നൽകുവാനായിട്ട്, വീണ്ടും തന്റെ രാജ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നതിനെയും കാണിച്ചു. അതായത് ഒറ്റ വാക്യത്തിനകത്ത് ഈ ബാബേൽ സാമ്രാജ്യത്തെ പരാമർശിച്ച് ദൈവം ദാനിയേലിന് അവിടെ ദർശനം നൽകിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ആത്മീയമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ആത്മിക നിഗളവും ഭൗതിക നിഗളവും നമുക്ക് നല്ലതല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താണും വിനയത്തോടും കൂടെ ഇരിപ്പാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യട്ടെ. തുടർന്നുള്ളതായ ഭാഗങ്ങൾ ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മെ എല്ലാവരെയും ദൈവം തന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.